നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ CCTV ക്യാമറ വെക്കാറുണ്ട്. പക്ഷേ ഒരാൾ വെക്കുന്ന കാണുമ്പോൾ എല്ലാവരും വാങ്ങി വെക്കും. പക്ഷേ പല കാര്യങ്ങളും ശ്രദ്ധിക്കാതാണ് വെക്കുന്നത്. വെറുതെ കൊണ്ട് ഈ CCTV ക്യാമറ വെച്ചിട്ടൊന്നും ഒരു പ്രയോജനവുമില്ല. അപ്പോൾ അത് വെക്കേണ്ട രീതിയിൽ തന്നെ വെക്കണം, എന്നെങ്കിലേ നമുക്കതുകൊണ്ട് പ്രയോജനമുള്ളൂ. അപ്പോൾ നമ്മൾ വെക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. വീട്ടിൽ CCTV ക്യാമറ വയ്ക്കുമ്പോൾ ഈ അബദ്ധങ്ങൾ ഒഴിവാക്കുക. മുടക്കിയ കാശ് മുതലാകട്ടെ. വീടുകളിലും ഓഫീസുകളിലും ഇന്നത്തെ കാലത്ത് ഒഴിവാക്കാനാകാത്ത സാന്നിധ്യമാണ് CCTV ക്യാമറ. ഇവ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏതെല്ലാം സ്ഥലങ്ങളിലാണ് ക്യാമറ വേണ്ടി വരുന്നതെന്ന് മുൻകൂട്ടി തീരുമാനിക്കുക. ഉള്ളി സ്ഥാപിക്കാൻ ഡോഗ് ക്യാമറകളും നേരിട്ട് മഴയും വെയിലും ഏൽക്കുന്ന സ്ഥലങ്ങളിൽ IP പ്രൊട്ടക്ഷൻ ഉള്ള ബുള്ളറ്റ് ക്യാമറകളും ഉപയോഗിക്കണം. ഡോഗ് ക്യാമറകൾക്ക് കൂടുതൽ വൈഡ് ആംഗിൾ കവർ ചെയ്യാൻ സാധിക്കും. ഓഫീസിനോ വീടിനകത്തോ ഉള്ള ഉപയോഗത്തിന് ഡോം ക്യാമറകളാണ് ഏറ്റവും നല്ലത്. രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, 1 MB മുതൽ മുകളിലോട്ട് ഇന്ന് CCTV ക്യാമറകൾ ലഭ്യമാണ്. ക്ലാരിറ്റി ഉള്ള ക്യാമറകൾ സെലക്ട് ചെയ്യാൻ എപ്പോഴും ശ്രമിക്കുക. കാരണം അവ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് തന്നെ നിങ്ങളുടെ സുരക്ഷയ്ക്കോ നിരീക്ഷണത്തിനോ വേണ്ടിയാണ്. കൂടുതൽ ക്ലാരിറ്റിയുള്ള ക്യാമറകൾ സെലക്ട് ചെയ്യുന്നത് വഴി കൂടുതൽ മികവുറ്റ ദൃശ്യങ്ങൾ ലഭിക്കും. അതുപോലെ തന്നെ നൈറ്റ് കളർ വിഷൻ ഉള്ള ക്യാമറകളും മൈക്ക് ഉള്ള ക്യാമറകളും ലഭ്യമാണ്. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് മാത്രം ഇവ സെലക്ട് ചെയ്യുക. ഉദാഹരണത്തിന് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന, ആവശ്യത്തിന് വെളിച്ചം ലഭിക്കുന്ന ഒരു ഷോപ്പിംഗ് നൈറ്റ് കളർ വിഷൻ ക്യാമറകളുടെ ആവശ്യമില്ല. അതുപോലെ കൂടുതൽ ഉയരത്തിൽ സ്ഥാപിക്കുന്ന ക്യാമറകൾക്ക് മൈക്കിൻ്റെ ആവശ്യവും വരുന്നില്ല. പിന്നെ അടുത്ത മൂന്നാമത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, 1 MB അനലോഗ് HD വൈഫൈ ക്യാമറ എന്നിവയിൽ ഏത് തരം ക്യാമറയാണ് നിങ്ങളുടെ ആവശ്യത്തിന് യോജിച്ചതെന്ന് ഒരു ടെക്നീഷ്യൻ്റെ സഹായത്തോടു കൂടി തീരുമാനിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താണ് ആ ക്യാമറകൾ കൊണ്ട് ഉപയോഗം എന്ന് മുൻകൂട്ടി മനസ്സിലാക്കുക. ഉദാഹരണം, നമ്പർ പ്ലേറ്റുകൾ നോട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടെങ്കിൽ അവിടെ ANPR ക്യാമറകൾ ഉപയോഗിക്കുക. കാരണം സാധാരണ ക്യാമറകൾ എത്ര ക്ലാരിറ്റി കൂടിയതാണെങ്കിൽ പോലും വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു വാഹനത്തിൻ്റെ നമ്പർ കിട്ടണം എന്നില്ല. അടുത്ത നമ്മൾ നാലാമത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നേരിട്ട് വെളിച്ചം ക്യാമറയിലേക്ക് അടിക്കുന്ന രീതിയിൽ നിങ്ങളുടെ ക്യാമറ സ്ഥാപിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം ക്യാമറയിലേക്ക് വെളിച്ചം നേരിട്ട് അടിക്കുമ്പോൾ ക്ലാരിറ്റിയുള്ള ദൃശ്യങ്ങൾ ലഭിക്കാതെ വരും. ഇനി അഞ്ചാമത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഒരു വസ്തു ക്യാമറയുടെ തൊട്ടു മുന്നിൽ വരുന്ന രീതിയിൽ ക്യാമറ സ്ഥാപിക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം വെളിച്ചം കുറവുള്ള സമയങ്ങളിൽ ക്യാമറയിൽ ഇൻഫ്രാറെഡ് ഓൺ ആകുമ്പോൾ രശ്മികൾ ആ വസ്തുവിൽ തട്ടിൽ പ്രതിഫലിച്ച് ആ വസ്തുവിനെ മാത്രം ഫോക്കസ് ചെയ്യുകയും ബാക്കിയുള്ള സ്ഥലങ്ങൾ ഔട്ട് ഓഫ് ഫോക്കസ് ആയി പോവുകയും ചെയ്യുന്നു. പകൽ സമയങ്ങളിൽ ആവശ്യത്തിന് വെളിച്ചം ഉള്ളപ്പോൾ ഇത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടണം എന്നില്ല. എന്നാൽ രാത്രി സമയങ്ങളിൽ ഇൻഫ്രാറെഡ് സിഗ്നൽസ് ഓൺ ആകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാമറ ഉദ്ദേശിച്ച ഫലം തരണം എന്നില്ല. അടുത്ത ആറാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, CCTV ക്യാമറകൾ കഴിവതും 12 അടി ഉയരത്തിന് മുകളിൽ വയ്ക്കരുത്. കാരണം ഉയരം കൂടുമ്പോൾ നമുക്ക് ക്യാമറകളിൽ ഒരാളുടെ മുഖം വ്യക്തമായി കാണാൻ സാധിക്കില്ല. ഒരുപാട് താഴ്ത്തിയും ക്യാമറകൾ വയ്ക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അടുത്ത നമ്മൾ ഏഴാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ക്യാമറകളുടെ എണ്ണം കൃത്യമായി തീരുമാനിച്ചതിന് ശേഷം DVR അല്ലെങ്കിൽ NVR സെലക്ട് ചെയ്യുക. സാധാരണ 4 ചാനൽ, 8 ചാനൽ, 16 ചാനൽ, 32 ചാനൽ എന്നിവയാണ് വിപണിയിൽ ലഭ്യമായിട്ടുള്ളത്. ഭാവിയിൽ കൂടുതൽ ക്യാമറകൾ വയ്ക്കാൻ ഉദ്ദേശമുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള DVR അല്ലെങ്കിൽ NVR വാങ്ങുവാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് CCTV വെക്കുന്നതായിരിക്കും നല്ലത്. വെറുതെ കൊണ്ട് വെച്ചിട്ട് കാര്യമില്ല. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലാക്കണം ഞാൻ വിശ്വസിക്കുന്നു. ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. എല്ലാവരും ലൈക്ക് സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.